ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഗസ്റ്റിൻ. സോ നമ്മൾ ഇന്നൊരു വൺ ഡേ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. സോ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ജിമ്മേറ്റും കൂടെ ഉണ്ടായിരുന്നു, പേരെന്നെങ്കിൽ. സോ നമ്മൾ 9:30 ജിം ക്ലോസ് ചെയ്ത് നേരെ ബസ്സും വെയിറ്റ് ചെയ്ത് സ്റ്റോപ്പിലെത്തി. ബസ് വരാൻ ഒരു 10 to 15 minutes ഡിലേ ആയി. അങ്ങനെ നമ്മൾ ബസ് കയറി. ബസ്സിലൊരു നല്ല വർക്കൗട്ട് ഇറങ്ങി. മോർണിംഗ് നമ്മളൊന്ന് എണീറ്റ് ഒന്ന് ഫ്രഷപ്പ് ആയി ഒന്ന് ഫേസൊക്കെ ഒന്ന് നോക്കി റിവീൽ ചെയ്ത് ജസ്റ്റ് ഒന്ന് കോയമ്പേട് സ്റ്റോപ്പിൽ അവർ ഇറക്കി. കോയമ്പേട് സ്റ്റോപ്പ് ഇറങ്ങിയതും എനിക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല. സോ അവരായിട്ട് കോൺടാക്ട് ചെയ്തു. നമ്മളങ്ങനെ എൻ്റെ അടുത്തൊരു ഓട്ടോറിക്ഷാരൻ ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷാരൻ്റെ അടുത്ത് ഓക്കെ നമ്മളങ്ങനെ ഓട്ടോറിക്ഷയിൽ കയറി. സാർ നമ്മൾ നേരെ നിയർ പാർക്ക് അലോൺസോ ഹോട്ടലിൻ്റെ അടുത്ത് എത്തിച്ചു. അവിടെ നിന്ന് വീണ്ടും കോൺടാക്ട് ചെയ്തപ്പോൾ അതിൻ്റെ നിയർ ഹോട്ടലിൻ്റെ 3rd ഫ്ലോറിൽ പോകാൻ പറഞ്ഞു. സോ നിയർ 3rd ഫ്ലോറിൽ പോയതും ഞാൻ കുറച്ച് ഡിലേ ആയിരുന്നു. നമ്മുടെ ബസ് ഇറങ്ങി ഒരു 9:30 ഞാൻ എടുത്തത്. അവിടെ എത്തിയത് തന്നെ ബിഗ്ലി സാർ പ്രിപ്പറേഷനിലായിരുന്നു. സോ സാറാണ് നമ്മളൊരു 9 to 12:30 വരെ സാറിൻ്റെ ക്ലാസ് ആയിരുന്നു. ഒരു രക്ഷയില്ല, അടിപൊളി ക്ലാസ് ആയിരുന്നു. മീൻസ് നമ്മൾ എന്തൊക്കെ ബോഡി ബിൽഡിങ് ചെയ്യുമ്പം എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്നൊരു ഗംഭീര ക്ലാസ് ആയിരുന്നു മുരളി സാറിൻ്റെ. സോ അങ്ങനെ നമ്മൾ 12:30 നമ്മുടെ ഫസ്റ്റ് സെഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് സെഷൻ കംപ്ലീറ്റ് ചെയ്തോടെ ഫുഡ് കഴിക്കാൻ ടൈമിൽ ഫുഡ് കഴിക്കാൻ ബ്രേക്ക് ആയിരുന്നു. ജസ്റ്റ് ഒരു 1:40 ആയപ്പോഴേക്കും ബിഗ്ലി സാർ വീണ്ടും നെക്സ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ അങ്ങനെ 2 to 2:30 ബിഗ്ലി സാറിൻ്റെ സെഷൻസ് അങ്ങോട്ട് ക്ലോസ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ പീക്ക് വീക്കിൽ നമ്മുടെ മുർദഫ സാറാണ് ക്ലാസ് എടുത്തത്. സാറിൻ്റെ എക്സ്പീരിയൻസും സാറ് ഫേസ് ചെയ്ത എന്തൊക്കെയാണോ മിസ്റ്റേക്സ് അതൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്ത് പറഞ്ഞ് നമുക്ക് ഒരു കോമ്പറ്റീഷൻ ലെവലിൽ എത്തുമ്പം എങ്ങനെയൊക്കെയാണ് വാട്ടർ കട്ട് ചെയ്യുക, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, എന്തൊക്കെ യൂസ് ചെയ്യാൻ പാടും എന്തൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല, ലാസ്റ്റ് വീക്സിൽ അന്ന് ലെസനൊക്കെ മുർദഫ സാർ എടുത്തു. ഒരു രക്ഷയില്ല. സാറിൻ്റെ എക്സ്പീരിയൻസ് ബേസിൽ തന്നെയായിരുന്നു നമുക്ക് ക്ലാസ്. സോ അങ്ങനെ ഒരു 3 to 3:50 ആകുമ്പോഴേക്കും ക്ലാസ് മുർദഫ സാറിൻ്റെ ക്ലാസ് ക്ലോസ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഫൈനലായിട്ട് നമ്മുടെ ഡെൽറ്റ ദിലീപ് സാറിൻ്റെ ഫിസിക് പോസിൻ്റെയും ആളുടെ എക്സ്പീരിയൻസിനെയും ക്വസ്റ്റ്യൻ ആൻസർ സെഷനായിരുന്നു. ഡെൽറ്റ ദിലീപ് സാർ വന്ന് എല്ലാവർക്കും ഹായ് ഒക്കെ പറഞ്ഞ് സാറിൻ്റെ സെഷൻ തുടങ്ങി. ഒരു രക്ഷയിൽ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ സർട്ടിഫിക്കേഷൻ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ പേര് വിളിച്ചു. ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ തന്നു. എൻ്റെ അടുത്ത് മുർദഫ സാറും ബിഗ്ലി സാറും ഉണ്ടായിരുന്നു. രണ്ടുപേരടുത്തും സംസാരിച്ച് നമ്മുടെ ബിഗ്ലി സാർക്ക് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ ഒപ്പം തന്നെ ഡെൽറ്റ ദിലീപ് സാർ അവിടെ സ്റ്റുഡൻറ്റുമായിട്ട് പോസിങ് എങ്ങനെയാണ് പോസിങ് കറക്ഷൻ ചെയ്യായിരുന്നു. ജസ്റ്റ് സാർ എടുത്ത് വന്ന് സംസാരിച്ച് ഹാൻഡ് ഷേക്കും തംസപ്പൊക്കെ ചെയ്ത് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി. ഡെൽറ്റ ദിലീപ് സാറിൻ്റെ ഒപ്പം മുർദഫ സാറിൻ്റെ ഒപ്പം കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ഡിഡു ആൻ്റണി സാറാണ്. ആൻ്റണി സാർ WFF പ്രോ കാർഡ് ഹോൾഡറാണ്. നേരെ നമ്മൾ സച്ചിൻ സാർ എന്ന് പറഞ്ഞാൽ ട്യൂട്ടറും കൂടിയാണ് സച്ചിൻ സാർ. ഇറങ്ങിയതും നേരെ നമ്മുടെ ഒമിനി ബസ് സ്റ്റാൻഡ് കോയമ്പേട് ഒമിനി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നപ്പം ജസ്റ്റ് ഒന്ന് ഫുഡ് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് കഴിഞ്ഞ് നേരെ ബസ്സിൽ കയറി ഫെസിലിറ്റീസൊക്കെ അടിപൊളിയായിരുന്നു റിട്ടേൺ വരുമ്പം. സോ നമ്മൾ പിന്നെയും നൈറ്റ് നല്ല ഉറക്കമായിരുന്നു. ഉറങ്ങി എണിച്ച് അലാറം വെച്ച് എണിച്ചതും ജസ്റ്റ് ഒരു 4:50 ആയതും നമ്മൾ കറക്റ്റ് നമ്മുടെ ചന്ദ്രനഗർ ഇറക്കി. അങ്ങനെ ബസ് അങ്ങോട്ട് പോയി. നേരെ നമ്മളങ്ങനെ എൻ്റെ ഒരു ഓണർ അതിനെ പിക്ക് ചെയ്യാൻ വന്നു. നേരെ നമ്മൾ ജിമ്മിൽ പോയി. ഓക്കെ, ഇതാണ് നമ്മുടെ വ്ളോഗ്. ഓക്കെ, താങ്ക് യു.